ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഷാലോം ടി വിയിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആന്തരിക സൗഖ്യത്തിൻ്റെ മറ്റൊരു മേഖലയെക്കുറിച്ച് നമ്മൾ ഈ ക്ലാസ്സിൽ ചിന്തിക്കുകയാണ്. അത് മനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ധ്യാനിക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും: നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. വിശുദ്ധ പൗലോസ്ലീഹ വളരെ വ്യക്തമായി ഒരു തിരുസന്ദേശം നമുക്ക് തരികയാണ്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. മാറ്റി നിർത്തപ്പെട്ട വ്യക്തികളാണ് ദൈവവചനം ശ്രവിക്കുന്നവർ. ക്രിസ്തുവിനെ സ്വന്തമാക്കിയ സകല വ്യക്തികളും മാറ്റി നിർത്തപ്പെട്ടവരാണ്. ഈ ലോകത്തിലെ മനുഷ്യരെ പോലെ ജീവിക്കാൻ ഉള്ളവരല്ല നമ്മൾ. ലോകം എന്നതുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അർത്ഥമാക്കുക, ബൈബിള് അർത്ഥമാക്കുക, പാപത്തിൻ്റെ വഴികളിലൂടെ, തിന്മയുടെ വഴികളിലൂടെ, സാത്താൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെയാണ്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് പറഞ്ഞാൽ ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നുപോകും എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. കർത്താവിൻ്റെ വചനം പാലിക്കുന്നവർ, നിറവേറ്റുന്നവർ, അവരാണ് നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ലോകത്തിന് നിങ്ങൾ ഒരിക്കലും അനുരൂപരാകരുത്. ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു. മനുഷ്യൻ്റെ ഉള്ളിൽ 2 ചിന്തകൾ എപ്പോഴും കിടക്കുകയാണ്. ഈ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ നാസാരന്ധനങ്ങളിൽ ദൈവം ഊതി ജീവൻ പകർന്നു, ആത്മാവിനെ കൊടുത്തു. ഈ മനുഷ്യൻ്റെ ആത്മാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ദൈവീക സ്വഭാവം നമുക്കുണ്ടാകുന്നു. മനുഷ്യൻ്റെ ആത്മാവിനോട് സാത്താൻ്റെ ആത്മാവ് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സാത്താൻ്റെ സ്വഭാവം നമുക്കുണ്ടാകുന്നു. ഇപ്പം മനുഷ്യൻ്റെ ആത്മാവിനോട് ഏത് ആത്മാവ് ചേർന്ന് പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അത് ഏത് ജീവിതാന്തസ്സിലുള്ള ഒരു വ്യക്തിയെയും സാത്താന് സ്വാധീനിക്കാനായിട്ട് പറ്റും. കാരണം യേശുക്രിസ്തു മനുഷ്യനായി ഈ മണ്ണിൽ വന്നപ്പോൾ യേശുവിനെ പോലും പരീക്ഷിച്ചവനാണ് സാത്താൻ. എന്തിനാണ് പരീക്ഷണം? നമ്മുടെ മനസ്സിനുണ്ടാകുന്ന പരീക്ഷണങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പരീക്ഷ എഴുതി 2-ാം ക്ലാസ്സിലേക്ക് ജയിക്കണം എന്ന് അധ്യാപകൻ ആഗ്രഹിക്കുന്നുണ്ട്. പരീക്ഷ ജയിക്കാനുള്ളതാണ്. സാത്താൻ പല രീതിയിൽ, പല വ്യക്തികളിലൂടെയും പല സാഹചര്യത്തിലും പ്രലോഭനം അയച്ചു കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനസ്സ് സൗഖ്യപ്പെട്ടതല്ല എങ്കിൽ, ഈ ലോകത്തിന് അനുരൂപമായ ഒരു മനസ്സാണ് നമ്മുടേതെങ്കിൽ, നമ്മൾ പെട്ടെന്ന് അതിന് അടിമപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, നിങ്ങൾ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. അങ്ങനെ രൂപാന്തരപ്പെട്ടാലുള്ള പ്രത്യേകത എന്താണ്? അങ്ങനെ രൂപാന്തരപ്പെടുന്നത് കൊണ്ട്, അങ്ങനെ സൗഖ്യപ്പെടുന്നത് കൊണ്ട് എന്ത് മെച്ചമാണ് ഉള്ളത്? തുടർന്ന് വചനം പറയുകയാണ്, ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. മനസ്സ് നവീകരിക്കാത്തിടത്തോളം കാലം ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുകയില്ല. നവീകരിക്കപ്പെടാത്ത മനസ്സിൻ്റെ ഉടമകൾ
ദൈവഹിതമാണ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ദൈവഹിതമാകണം എന്ന് നിർബന്ധമില്ല. അപ്പോസ്തലൻ പറയുകയാണ്, നല്ലതാണെന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങളൊന്നും നല്ലതാകണം എന്ന് നിർബന്ധമില്ല. ശരിയെന്ന് തോന്നുന്ന വഴികൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം എന്ന് തിരുവചനത്തിൽ നാം വായിക്കുകയാണ്. അടുത്തത് പ്രീതിജനകമായ കാര്യം. ദൈവത്തിന്, സഹോദരങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക് പ്രീതിജനകമായ ഒരു കാര്യം നാം ചെയ്യുക, പരിപൂർണമായ ഒരു കാര്യം ചെയ്യുക. ഇപ്പം മനസ്സ് സൗഖ്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് പരിപൂർണമായ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മനസ്സ് ഏതാണ്ട് 6 വിധത്തിൽ മുറിയാൻ സാധ്യതയുണ്ട്. 6 സാഹചര്യങ്ങളിലൂടെ മുറിയാം എന്നാണ് പറയാറുള്ളത്. 1, വ്യക്തികളിലൂടെ നമ്മുടെ മനസ്സ് മുറിപ്പെടാം. ജന്തുക്കളിലൂടെ നമ്മുടെ മനസ്സ് മുറിപ്പെടാം. വസ്തുക്കളിലൂടെ നമ്മുടെ മനസ്സ് മുറിപ്പെടാം. സംഭവങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സമയങ്ങളിലൂടെ നമ്മുടെ മനസ്സ് മുറിപ്പെടാം. മനസ്സുമായി ബന്ധപ്പെട്ട ചില വചനങ്ങൾ ബൈബിളിൽ നിന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സുഭാഷിതം 15:13 നാം ഇങ്ങനെ വായിക്കും, സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു, ഹൃദയവ്യഥ ഉന്മേഷം കെടുത്തിക്കളയുന്നു. സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു. ഹൃദയം സന്തുഷ്ടമാണ് എങ്കിൽ അത് മുഖത്ത് പ്രതിഫലിക്കും. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മനസ്സെന്താണോ അത് മുഖത്ത് പ്രതിഫലിക്കുകയാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുകയാണെന്ന്. പരിശുദ്ധ അമ്മയുടെ മനസ്സ് ദൈവത്തിലാണ് ആനന്ദിക്കുന്നത്. വേറൊരു വചനം സുഭാഷിതം 17:22. സുഭാഷിതം 17:22, സന്തുഷ്ടമായ ഹൃദയം ആരോഗ്യദായകമാണ്, തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തിക്കളയുന്നു. തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തിക്കളയുന്നു. ഈ കഴിഞ്ഞ ആഴ്ച ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ധ്യാനിക്കാനായിട്ട് കടന്നു വന്ന ഒരു സഹോദരൻ രോഗശാന്തി ആരാധനയുടെ സമാപനത്തിൽ കണ്ണിന് മെച്ചപ്പെട്ട കാഴ്ച കിട്ടിയവർ സ്റ്റേജിലേക്ക് കയറി വരാൻ പറഞ്ഞപ്പോൾ 10-30ഓളം പേര് സ്റ്റേജിൽ കയറി വന്ന കൂട്ടത്തിൽ ഒരു സഹോദരൻ സ്റ്റേജിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ബോട്ട് അപകടത്തിൽ എൻ്റെ ഇടത് കണ്ണിൻ്റെ കാഴ്ച കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയിരുന്നു. അല്പം പോലും കാണാൻ പറ്റുമായിരുന്നില്ല. ഞാൻ ഈ ധ്യാനമന്ദിരത്തിലേക്ക് കടന്നു വന്നത് ദൈവം എന്നെ സുഖപ്പെടുത്തും എന്ന വിശ്വാസത്തോടു കൂടിയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞത് ഇനി ഒരിക്കലും ഈ കണ്ണിന് കാഴ്ച കിട്ടുകയില്ല എന്നതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് തളർന്നില്ല. അദ്ദേഹം പറയുകയാണ്, ഞാൻ ധ്യാനത്തിന് പോകും, ഞാൻ ദൈവത്തെ വിളിക്കും, എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തും. അങ്ങനെ ദൈവം സുഖപ്പെടുത്തും എന്ന പ്രതീക്ഷയോടെയാണ് അദ്ദേഹം ധ്യാനമന്ദിരത്തിൽ വന്നത്. ധ്യാനത്തിന് രോഗശാന്തി പ്രാർത്ഥനയുടെ സമയത്ത് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ആ കണ്ണിന് നല്ല കാഴ്ച ശക്തി നൽകി കർത്താവ് അനുഗ്രഹിച്ചു. അദ്ദേഹം സ്റ്റേജിൽ കയറി സാക്ഷ്യപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, എന്ത് സന്തോഷത്തോടെയാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയത്. ഇപ്പം മനസ്സ് ബലമുള്ളതാണ് എങ്കിൽ നമ്മുടെ ശരീരത്തിനും ബലമുണ്ടാവുകയാണ്. ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ തന്നെ ഓഡിറ്റോറിയത്തിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വിൻസെൻ്റ് ബ്രദർ, അദ്ദേഹം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് 2-3 വീൽചെയർ രോഗികളെ തള്ളിക്കൊണ്ട് രോഗശാന്തി പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. അങ്ങനെ ഈ വീൽചെയറെ തള്ളിക്കൊണ്ടുവരുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്, കർത്താവേ ഇവരെ സുഖപ്പെടുത്തണമേ. ഇടയ്ക്കിടയ്ക്ക് അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ സുഖപ്പെടുമോ? തളർന്ന മനസ്സിൻ്റെ ഒരു ചോദ്യമാണത്. എന്നാൽ ഈ വിൻസെൻ്റ് ബ്രദർ പറയുകയാണ്, സുഖപ്പെടും, കർത്താവ് സുഖപ്പെടുത്തും. അങ്ങനെ ആരാധന കഴിഞ്ഞു. ഞാൻ ആ സൈഡിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹം 3 വീൽചെയർ 2 ചേർത്ത് പിടിച്ച് ഒരെണ്ണം ഒറ്റയ്ക്ക് തള്ളിക്കൊണ്ട് വരികയാണ്.
എന്നിട്ട് എന്നോട് പറയുകയാണ്, ഞാൻ ഈ 3 പേരെ വീൽ ചെയറിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തിയതാണ്. ഇപ്പോൾ വീൽ ചെയർ മാത്രമേ ഉള്ളൂ, കൊണ്ട് ഇരുത്തിയവരൊക്കെ എഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അദ്ദേഹം പറയുകയാണ്, എനിക്കറിയാമായിരുന്നു അവരെഴുന്നേറ്റ് നടക്കുമെന്ന്. ചിലരുടെ സംസാരം കേൾക്കുമ്പോൾ, ചിലരുടെ പെരുമാറ്റം കാണുമ്പോൾ അവർ സുഖപ്പെടുന്നവരാണോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. ബൈബിൾ പറയുകയാണ്, സുഭാഷിതം 18:14, ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു, തളർന്ന മനസ്സിനെ ആർക്ക് താങ്ങാൻ കഴിയും? മനസ്സ് തളർന്നു പോയാൽ എല്ലാം തീർന്നു പ്രിയരെ. സുഭാഷിതം 14:30 നാം വായിക്കുന്നു, പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു. പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു. മനസ്സിനൊരു ശാന്തത ഉണ്ടായിരിക്കട്ടെ എല്ലായ്പ്പോഴും. എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് ശാന്തമായിട്ടിരിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യർ മനസ്സിൻ്റെ ബലം കൊണ്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ ഈ മനസ്സങ്ങ് ദൈവത്തിൽ അർപ്പിച്ചാലോ? എല്ലാ മനുഷ്യനും വിൽ പവർ ദൈവം കൊടുത്തിട്ടുണ്ട്. ഈ വിൽ പവർ കൊണ്ട് കുറേ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. എന്നാൽ ഈ വിൽ പവറിനും അപ്പുറമായി ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമ്മൾ തയ്യാറായാൽ, ദൈവത്തിൽ ഊന്നിയ ഒരു മനസ്സാണ് നമ്മുടെ മനസ്സെങ്കിൽ, ദൈവത്തിൽ അർപ്പിച്ച ഒരു മനസ്സാണ് നമ്മുടെ മനസ്സെങ്കിൽ, നമ്മുടെ ജീവിതം അങ്ങ് അനുഗ്രഹിക്കപ്പെടുകയാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കാനായിട്ട് സാധിക്കും, മുന്നോട്ട് പോകാനായിട്ട് പറ്റും. രോഗത്തിൻ്റെ നടുവിലൊക്കെ അവർ പിടിച്ചു നിൽക്കുകയാണ്. എത്ര വ്യക്തികളാണ് അങ്ങനെ അനുഗ്രഹം പ്രാപിച്ച് വളരുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരു തകർച്ച വന്നു, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ നമ്മൾ പരീക്ഷയിൽ തോറ്റു. ചില കുഞ്ഞുങ്ങൾ പരീക്ഷയിൽ തോറ്റതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു. പരീക്ഷയിൽ തോറ്റതിൻ്റെ പേരിൽ ജീവിതത്തിൽ തോക്കാൻ പാടുണ്ടോ? പരീക്ഷ ഇനി എഴുതി നമുക്ക് വിജയിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ തോൽവി സംഭവിച്ചാലോ? നമ്മുടെ ജീവിതം തീർന്നു പോവുകയാണ്. ആത്മഹത്യ ചെയ്യുന്നത് വഴി നമ്മൾ അവസാനിക്കുകയാണ്. ഇനിയും പരീക്ഷ എഴുതാൻ പറ്റും. ആ പരീക്ഷ തോറ്റിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ ദൈവം നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യം നീ തിരിച്ചറിയണം. അതുകൊണ്ട് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ, പരീക്ഷയിൽ തോക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മനസ്സൊന്നും തകർന്നു പോകരുത്, പതറിപ്പോകരുത്. നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും, ഉയരാൻ പറ്റും. ബിസിനസ് തുടങ്ങി, അത് പരാജയപ്പെട്ടു പോയി. ബിസിനസ് പരാജയപ്പെട്ടിരിക്കുന്ന സഹോദര സഹോദരി, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നോർത്ത് ഭാരപ്പെട്ട് വിഷമിച്ച്, എന്നാൽ ഇത്തിരി വിഷം കിട്ടിയാൽ കഴിച്ചേക്കാം എന്നല്ല നാം ചിന്തിക്കേണ്ടത്. കർത്താവ് എന്നെ ഉയർത്തും, എൻ്റെ ദൈവം എന്നെ ഉയർത്തും. ഫിലിപ്പിയർ 4:19, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമായതെല്ലാം തരും. ദൈവം നമുക്ക് ആവശ്യമായതെല്ലാം തരും എന്ന് വിശ്വസിക്കണം. മത്തായി 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് അവിടുന്ന് തരും. അതുകൊണ്ട് ദൈവം നമ്മുടെ കാര്യത്തിൽ ഇറങ്ങി ഇടപെടും എന്ന് വിശ്വസിക്കണം. എല്ലാം തകർന്നു എന്ന് കരുതുമ്പോഴും ദൈവം തകരാതെ നമ്മുടെ കൂടെയുണ്ട് എന്ന കാര്യം നാം മറക്കരുത്. നമ്മുടെ ചിന്തകളും നമ്മുടെ പദ്ധതികളും എല്ലാം തകർന്നു പോകാൻ പ്രിയരെ, എന്നാൽ ദൈവം തകരുന്നില്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയും തകരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ദൈവത്തിൽ അർപ്പിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. ഒരു വചനം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സുഭാഷിതം 12:25, ഉത്കണ്ഠ ഒരുവൻ്റെ ഹൃദയത്തെ നിരുന്മേഷവാനാക്കുന്നു. ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ തന്നെ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കും എന്ന മനസ്സിൻ്റെ വികാരമാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കും എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ മനസ്സ് തകർന്ന് ജീവിക്കുന്ന ആളുകളുണ്ട്. ഞങ്ങളിങ്ങനെ ഒരു ഉദാഹരണം ഉത്കണ്ഠയ്ക്ക് പറയാറുണ്ട്. 13 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി മുറ്റമടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുറ്റമടിച്ച് വീടിൻ്റെ വക്ക് കെട്ടാത്ത കിണറിൻ്റെ അടുത്ത് വന്ന് ചൂലിട്ട് പൊട്ടിക്കരയുകയാണ്. അമ്മ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് അവൾ പറയുന്നത്. നിനക്കെന്താ സഹിക്കാൻ പറ്റാത്തത്?
അമ്മേ കുറേ കഴിയുമ്പോൾ എന്നെ കെട്ടിച്ചു വിടുകയല്ലേ? ഇത് നിനക്ക് 13 വയസ്സ് പ്രായമല്ലേ ഉള്ളൂ, നീ എന്തിനാ കല്യാണത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്? അല്ല, എന്നെ കെട്ടിച്ചു വിടുകയല്ലേ? അല്ല, കെട്ടിച്ചു വിടുമ്പോൾ എനിക്ക് കൊച്ചാകുകയല്ലേ? നീ എന്തിനാ കൊച്ചിൻ്റെ കാര്യം ആലോചിക്കുന്നത്? ഇല്ല, എനിക്ക് കൊച്ചാകുകയല്ലേ? ആ കൊച്ചാകുമ്പോൾ എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഞാൻ ഈ മുറ്റത്തേക്ക് വരികയല്ലേ? വരും. അപ്പോൾ കൊച്ചി മുറ്റത്തെ കൂടെ ഓടി നടക്കുകയല്ലേ? നടക്കും. അപ്പോൾ ഈ കിണറ്റ് വീണ് ചാകുമോ എന്നോർത്ത് ഞാൻ കരയുകയാണ്. 13 വയസ്സേ ഉള്ളൂ. കല്യാണമാണോ കഴിക്കാൻ പോകുന്നത്? ഇനി കന്യാസ്ത്രീ ആയിട്ടൊരു ദൈവവിളി കിട്ടി പോവുമോ എന്നറിയാൻ പാടില്ല. സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങളെ ഓർത്ത് ചിന്തിച്ച് മനസ്സ് ഭാരപ്പെടുന്ന ആളുകൾ. ചിലർ ബിസിനസ്സൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ, ഇതെങ്ങനെയാവുമോ എന്നുള്ള ചിന്തയാണ്. ചില കുഞ്ഞുങ്ങൾ കോളേജിലേക്ക് ചേർന്നതേ ഉള്ളൂ, ഇതെങ്ങനെയാവുമോ എന്നൊരു ചിന്തയാണ്. ചിലർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല, ഈ അമ്മായിമ്മ എങ്ങനെയായിരിക്കുമോ, എൻ്റെ അമ്മായിപ്പൻ എങ്ങനെയായിരിക്കുമോ, ആ വീട്ടുകാരെങ്ങനെയായിരിക്കുമോ, ഏതാണ്ട് പൂച്ച കരയുന്നത് പോലെ ഇതെങ്ങനെയാവുമോ ഇങ്ങനെ ചിന്തിച്ച് മനസ്സ് ഭാരപ്പെടുന്ന വ്യക്തികളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മനസ്സ് ഭാരപ്പെടുത്തുന്നത് കൊണ്ട് നമുക്കെന്ത് മെച്ചമാണുള്ളത്? നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് താങ്ങിക്കൊള്ളും. എല്ലാ ഭാരവും തമ്പുരാൻ്റെ കരങ്ങളിൽ വെച്ച് കൊടുക്കുക, അവിടുന്ന് താങ്ങും. അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ഇറങ്ങി ഇടപെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നമ്മുടെ മനസ്സ് ആരോഗ്യമുള്ള ഒരു മനസ്സായിരിക്കണം എന്നതാണ്. ഏത് പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യാൻ ശക്തിയുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ഒരമ്മയ്ക്ക് 3 മക്കളുണ്ട്. അതിൽ മൂത്ത കുഞ്ഞിന് പെട്ടെന്ന് രോഗം വന്ന് അങ്ങ് മരിച്ചുപോയി. ഈ അമ്മ ഈ കുഞ്ഞിൻ്റെ ശവത്തിലേക്ക് വീണ് കരയുകയാണ്. ആ കുഞ്ഞിനെ കൊണ്ടുപോയി അടക്കി ശവക്കോട്ടയിൽ നമ്മൾ തിരിഞ്ഞു പോരുന്നില്ല. അമ്മ കരച്ചിലാണ്. വീട്ടിൽ തിരിച്ചെത്തി. ഈ കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം ആ അമ്മ അങ്ങനെ കരഞ്ഞു. ഈ 2 ദിവസം കരഞ്ഞപ്പോൾ ഇതിന് ഇളയത്തങ്ങൾ 2 പിള്ളേരുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ എവിടെയാണെന്ന് ആ അമ്മ അന്വേഷിച്ചിട്ടില്ല. ആ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കിട്ടിയോ എന്ന് അമ്മ അന്വേഷിച്ചിട്ടില്ല. ആ കുഞ്ഞുങ്ങൾ മരിക്കാൻ പോകുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഒരു കുഞ്ഞ് മരിച്ചു എന്നുള്ള കാര്യം സത്യമാണ്. മരണം എന്ന് പറയുന്നത് ദൈവം എടുക്കുന്ന തീരുമാനമാണ്. ആ തീരുമാനത്തെ അംഗീകരിക്കാൻ പറ്റാതെ ബാക്കി 2 കുഞ്ഞുങ്ങളെ മരിക്കാനുള്ള വഴി ഒരുക്കി കൊടുക്കുകയാണ് ആ അമ്മ. സങ്കടമുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. പൗലോസ്ലീഹ പറയുകയാണ്, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ വിലപിക്കരുത്. നമ്മുടെ മനസ്സ് ദൈവത്തിൽ അർപ്പിച്ചതാണ് എങ്കിൽ നമ്മുടെ കുഞ്ഞ് സ്വർഗത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇനി ബാക്കി 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ, ആ കുഞ്ഞുങ്ങളെയെങ്കിലും ചേർത്ത് പിടിച്ചു വേണ്ടേ എൻ്റെ കരച്ചിൽ? ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്നാ വിചാരിക്കുന്നത്? അമ്മയ്ക്ക് ഞങ്ങളോടൊന്നും സ്നേഹമില്ല, അമ്മയ്ക്ക് സ്നേഹം ചേട്ടനോട് മാത്രമാണ്. ചേട്ടൻ മരിച്ചപ്പോഴെല്ലാം തീർന്നു. ചേട്ടൻ മരിച്ചപ്പോൾ ഞങ്ങളെ മറന്നു. ചേട്ടൻ മരിച്ചപ്പോൾ ഞങ്ങൾക്ക് ആഹാരം തരുന്ന കാര്യം അമ്മ മറന്നു. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന കാര്യം, സ്നേഹിക്കുന്ന കാര്യം അമ്മ മറന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലൊരവസ്ഥ അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. എത്രയോ വ്യക്തികളാണ് ഇങ്ങനെ കരയുന്നത്, പ്രയാസപ്പെടുന്നത്. ദൈവത്തിൽ ആശ്രയിക്കാത്ത കരച്ചിലുകൊണ്ട് പ്രയോജനമില്ല. ദൈവത്തിൽ ശരണപ്പെടാത്ത കരച്ചിലുകൊണ്ട് കാര്യമില്ല. മഗ്ദലന മറിയം തോട്ടത്തിൽ നിന്ന് കരയുകയാണ്. യേശു വിളിച്ചു, മറിയം, നീ എന്തിനാണ് കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ വിളിച്ചു പറയുകയാണ്, കർത്താവേ, എൻ്റെ ഗുരുവിനെ അവരെടുത്തുകൊണ്ടുപോയി. ഞാൻ അന്വേഷിക്കുന്നത് എൻ്റെ ഗുരുവിനെയാണ്. ഈശോ പറയുക, നീ എന്നെ തടഞ്ഞു നിർത്തരുത്. ഈ കരച്ചിലിന് മുമ്പിൽ കർത്താവ് നിൽക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതം തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. മഗ്ദലന മറിയം
അവളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാൻ തയ്യാറായപ്പോൾ ദൈവം അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അവൾ ആദ്യം ഒരു തോട്ടക്കാരനാണ് എന്ന് വിചാരിച്ചിരുന്നത്, ആ വിചാരമൊക്കെ അങ്ങ് മാറി. സങ്കടം മാറിയപ്പോൾ, ദുഃഖം മാറിയപ്പോൾ ദൈവത്തെ കാണാനുള്ള കാഴ്ച ലഭിക്കുകയാണ്. മനസ്സ് സൗഖ്യപ്പെടാതെ ഒരു വ്യക്തിക്കും ദൈവത്തെ കാണാൻ പറ്റുകയില്ല. അതുകൊണ്ട് ചിലർ പറയാറില്ലേ, എൻ്റെ മനസാക്ഷിക്ക് വിപരീതമായ ഒരു കാര്യം ഞാൻ ചെയ്യാറില്ലെന്ന്, എൻ്റെ മനസാക്ഷി വിലക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുന്നില്ല എന്ന്. നമ്മുടെ മനസാക്ഷിയും നമ്മുടെ മനസ്സും ദൈവത്തിൻ്റെ വചനത്തിൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ടതാണ് എങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുവചനം ശ്രവിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കുക. നമ്മുടെ മനസ്സ് ദൈവത്തിൽ അർപ്പിച്ചതാണോ? ബലമുള്ള ഒരു മനസ്സാണോ നമ്മുടേത്? ആരോഗ്യമുള്ളൊരു മനസ്സാണോ? ആരോഗ്യമുള്ള മനസ്സെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ അർപ്പിച്ച മനസ്സ് എന്നാണ് അർത്ഥം. സൗഖ്യമുള്ള മനസ്സെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ അർപ്പിച്ച മനസ്സ് എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് ദൈവത്തിൽ അർപ്പിച്ച ഒരു ജീവിതം ആര് നയിക്കുന്നോ ആ വ്യക്തിയും കുടുംബവും സമൂഹവും ഒക്കെ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നശിച്ചു പോകുന്ന മനുഷ്യരിലോ വസ്തുക്കളിലോ ഒന്നുമല്ല നാം ലക്ഷ്യം വെക്കേണ്ടത്, ദൈവത്തിലാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, വ്യക്തി പറഞ്ഞ വാക്ക്, ചെയ്ത പ്രവൃത്തികൾ നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്താം. ചില ജന്തുക്കളെ കണ്ട് ഭയപ്പെട്ടത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാം. ചില വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഭയം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നു. ചില സമയങ്ങൾ നമ്മുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കുന്നു. ചില സാഹചര്യങ്ങൾ നമ്മളെ വല്ലാണ്ട് ഭാരപ്പെടുത്തുന്നു. ഈ മേഖലകളിലെല്ലാം കർത്താവ് സൗഖ്യമൊഴുക്കാൻ ആഗ്രഹിക്കുകയാണ്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 30:17, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം തരും, ഞാൻ നിൻ്റെ മുറിവുകൾ വച്ച് കെട്ടും. നമ്മുടെ മനസ്സിനേറ്റ സകല മുറിവുകളും കർത്താവ് സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈശോയെ, അവിടുത്തെ കൃപ എൻ്റെ മേൽ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഏതു വ്യക്തിക്കും പ്രാർത്ഥിക്കാം, ഈശോയെ എൻ്റെ മനസ്സ് ഇങ്ങനെയാണ്, അങ്ങനെ സുഖപ്പെടുത്തണമേ എന്ന് പറയുക. കർത്താവ് നമ്മളെ സുഖപ്പെടുത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവായ നല്ല ദൈവമേ, അങ്ങിൽ ആശ്രയിച്ച് ആരോഗ്യമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായി ജീവിക്കുവാൻ അവിടുന്ന് എന്നെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നവമായ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. ഈ വചനം ശ്രവിക്കുന്ന സകലരെയും അങ്ങ് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.